അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുസ്ലിം ലീഗ് സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയല്ല, മതേതര പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ചെയ്യുന്നതൊക്കെ സമുദായത്തിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയിട്ട്, കേരളത്തിലെ എല്ലാ സമൂഹത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പൊ ചെയ്യുന്നതൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ സമുദായത്തിന് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. കാരണം സമുദായത്തിന് ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന, അതായത് ഇപ്പോൾ CAA അതുപോലുള്ള NRC പോലുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം ഈ വാദിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഭരണഘടനയിലുള്ള നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, അറിയാലോ, ഭരണഘടന രൂപീകൃത സമയത്ത് മുസ്ലിം ലീഗിന്റെ 7 അംഗ സംഘം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 അംഗ സംഘം അതിലുണ്ടായി എന്നുള്ളതാണ്. അവര് ദീർഘവീക്ഷണത്തോടു കൂടി മുസ്ലിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ എഴുതി ചേർത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ പിടിച്ചു നിൽക്കുക എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനത്തെ വിമർശനവും കൊണ്ടാണ് വരുന്ന നമ്മുടെ ഉസ്താദുമാരൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതാണ്. അതുപോലെ നമ്മൾ കേരളത്തിലേക്ക് വന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സംഭാവന എന്താന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഇവർക്കൊക്കെ അറിയാം. പിന്നെ എന്തിനാണ് വെറുതെ ഒരു ഫിത്നയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? കാരണം നമ്മൾ 70-കൾക്ക് മുമ്പുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം 70-കൾക്ക് ശേഷമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ ഒന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എൻ്റെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് അവരുകളൊക്കെ ചെയ്ത സംഭാവനകൾ അറിയാത്തവരൊന്നല്ല. വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ സമുദായത്തിലും സമൂഹത്തിലും ഒക്കെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊക്കെ ഒന്ന് നിർത്തുന്നത് നല്ലതല്ല. എന്തായാലും എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ സംസാരിക്കാൻ നിൽക്കുന്നത്? ഞാൻ ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണക്കാരന്റെ വാക്കാണിത്. നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവരാണ്, ഒരുപാട് മതപരമായിട്ട് ഒരുപാട് പഠിച്ചവരാണ്. സമുദായത്തിനും സമൂഹത്തിനും ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തീർച്ചയായിട്ടും പരമാവധി എന്നല്ല, പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് പ്രത്യേകം പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.